രാവിലെ 8 മണി മുതൽ ഡോക്ടർ ദിൽറുബയുടെ സേവനം അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ കരളായിൽ ആദ്യമായി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതാഞ്ജലിയുടെ സേവനം ചൊവ്വ ശനി ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ മറക്കണ്ട, ഫസ്റ്റ് കെയർ ക്ലിനിക്, കരുളായി, മില്ലുംപടി. ചോക്കാടൻ പുഴയിൽ കല്ലാമുല പാലത്തിനടുത്ത് പുഴയോരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നു. പുഴയോരം ഇടിഞ്ഞ് വീടുകൾ പുഴയെടുക്കുമോ എന്ന് പേടിച്ചിരുന്ന കുടുംബങ്ങൾക്കാണ് സുരക്ഷയൊരുക്കാൻ സർക്കാർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. ഓരോ മഴക്കാലത്തും ഭീതിയോടെയാണ് ഈ കുടുംബങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നത്. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയത്തെ തുടർന്നാണ് പുഴയോരം വൻതോതിലിടിഞ്ഞ് വീടുകൾക്ക് ഭീഷണിയായത്. വീടുകളിൽ നിന്ന് 6 മീറ്റർ താഴെയാണ് പുഴ ഒഴുകുന്നത്. ഓരോ വർഷക്കാലത്തും പുഴയിലൂടെ വലിയ തോതിൽ വെള്ളമൊഴുകുമ്പോൾ വീട്ടിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കുകയാണ് ചെയ്യാറുള്ളത്. മണ്ണിടിച്ചിൽ തടയുന്നതിനായി മേജർ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് പുഴ സംരക്ഷണ ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണമാണ് നടക്കുന്നത്. ഈ പ്രദേശത്തെ കുടുംബങ്ങൾ വർഷങ്ങളായി കടുത്ത ഭീതിയിൽ കഴിഞ്ഞിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആരും ഈ കുടുംബങ്ങളുടെ സഹായത്തിനെത്തിയിരുന്നില്ല. കടുത്ത ഭീഷണി നേരിടുന്ന MK നിസാം എന്നയാളുടെ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് ജില്ലാ കളക്ടറുടെ സഹായത്തോടെ മേജർ ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു കിട്ടിയത്. മഴക്കാലത്ത് ബന്ധുവീടുകളിൽ അഭയം തേടിയിരുന്ന കുടുംബങ്ങൾ ഈ വരുന്ന കാലവർഷത്തിനു മുമ്പ് സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടു. 2018-ലുണ്ടായ മഹാപ്രളയത്തിലാണ് എന്റെ വീടിന് ചാരി പുഴ എടുത്തുപോയത്. വീടിന്റെ പിന്തറ അടക്കം പുഴ എടുത്തുപോയി. അതിനുശേഷം 2018 ഞാൻ നിരന്തരം വില്ലേജിലും പഞ്ചായത്തിലും മറ്റുള്ള വകുപ്പുകളും ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ഇതിന്റെ പിന്നാലെ അപേക്ഷകളും കാര്യങ്ങളുമായി പോയതിന്റെ ഫലമായി കലക്ടറേറ്റ് പോയി. കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ അപേക്ഷ കൊടുത്ത് ഇവിടുത്തെ പ്രദേശവാസികളെയും കൂട്ടി കളക്ടർ കൊടുത്തതിന്റെ ഫലമായിട്ട് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ ഫണ്ട് പാസ്സായി കെട്ടാലെ നിയമപരമായി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോ. ഈ 2018-ന് ശേഷമുള്ള ഈ വർഷക്കാലത്ത്, അതായത് മഴക്കാലത്ത്, ഞാൻ എൻ്റെ ബന്ധു വീടുകളിലാണ് രാത്രികാലങ്ങളിൽ ചെറിയ കുട്ടികളുമായിട്ട് അഭയം തേടാറുള്ളത്. അങ്ങനെ ഈ കെട്ടിപ്പോ വന്നു നിൽക്കുന്നുണ്ട്. ഈ ഒരു മഴക്കാലം പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ കെട്ട് പൂർണ്ണമായി നിർമ്മിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ എൻ്റെ പ്രദേശവാസികളായ കുടുംബത്തെയും സംരക്ഷിക്കാം എന്ന് ആണ് ഈ അധികൃതരോട് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.